ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു വിചാരിച്ചു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന സാധനം തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട്. ഇപ്പോൾ സമയം ഇവിടെ 9 മണി ആയിട്ടോ, 9:10 ഇപ്പോൾ എണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ല. അമ്മ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എനിക്കത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡും കുറച്ച് വെജിറ്റബിൾസും മുട്ടയും ഒക്കെ എടുത്തിട്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാതെ കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഇതാണ് വെജിറ്റബിൾസ്. കുറച്ച് അരിഞ്ഞിട്ടിരിക്കുന്നത് ഉള്ളിയുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, അതിൽ കുക്കുംബർ ഉണ്ട്, പിന്നെ ഒരു ക്യാബേജിൻ്റെ അതിലൊക്കെ വരുന്ന ഒരു വെജിറ്റബിളാണ്. ഇതിന് സെല്ലറി എന്നോ അതാണെന്ന് പറയുന്നു തോന്നുന്നു കേട്ടോ ആ സാധനം. പിന്നെ ഞാനൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ. പിന്നെ നമ്മൾ ഈ സാധനം, ഇതൊരു മയോണൈസാണ്. മയോണൈസ് അല്ലേ? ഇത് നമ്മൾ വെജിറ്റബിൾസിൽ ആഡ് ചെയ്യുന്ന ഒരു തരം സോസാണ്. ഇത് സ്പൈസി ഗാർലിക് എന്തത് ചേസറോ, ഒരു ഡ്രസ്സിങ്, സംഭവം ഡ്രസ്സിങ് ആണ്. അപ്പം നമുക്ക് അത് ഇച്ചിരി ഒഴിക്കാം. മതി കൂടിയോടെ കിട്ടും. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഓക്കെ, ഉപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇച്ചിരി പെപ്പർ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ചേച്ചി പറഞ്ഞു കേട്ടോ, കാരണം എനിക്ക് കോളേജിലോട്ട് ഇപ്പോൾ പോവാനോ, ഇപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തെ എണീച്ച് പോവുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് പോയിക്കോ, അല്ലെങ്കിൽ ഇപ്പം കോളേജിൽ തന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ വെറുതെ ഉണ്ടാക്കി കൊണ്ട് കാണിച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അത് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് എടുക്കാം. യെസ്, ഇതാണ് നമ്മുടെ ബ്രെഡ്, വീറ്റ് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എല്ലാം തേക്കണമല്ലേ, ശരിയാവോ? നമുക്ക് നല്ല ടൊമാറ്റോ സോസ് കൂടി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ കെച്ചപ്പ് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇച്ചിരി വെജീസ് ഇടാം. ബർഗർ കഴിക്കുന്നൊരു സ്മെല്ലാട്ടോ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഈ വെജിറ്റബിൾസ് നമുക്ക് ഇങ്ങനെയും ഈ ഒരു ബ്രെഡിൽ വെക്കാതെയും കഴിക്കാം കേട്ടോ. ഇതന്നെ വെറുതെ പറക്കി കഴിക്കാം, കാരണം ചേച്ചിയുള്ള കഴിക്കണ കാണാം. ഞാൻ കുറച്ചൊരു ആഡംബരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓംപ്ലേറ്റ്സ് അതൊക്കെ 2 പീസാക്കാം. കാരണം അത്യാവശ്യം വലിയ മുട്ടയ കാരണം 2 പീസാക്കിയിട്ട് ഒന്ന് ഇതിൽ വയ്ക്കാം. ഒന്ന് വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാമല്ലോ. ഇച്ചിരി കെച്ചപ്പ് കൂടി പീച്ചട്ടെ. മതി, വല്ലാണ്ടായാലും ശരിയാവില്ല. കുറച്ചിത് മുകളിലിടാം. ടൊമാറ്റോ ഇപ്പോൾ നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ്സിങ് അപ്ലൈ ചെയ്യാം, പക്ഷേ ഓവറായി കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബാലൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ആകെ ഒരു 2 കുഞ്ഞ് തക്കാളിയും പിന്നെ ഒരു ചെറിയൊരു കുക്കുംബർ എടുത്തിട്ടില്ല. പിന്നെ ഈ സെല്ലറി ഒരു എനിക്കതൊരു
അതൊരു പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ഉള്ളി പകുതി എടുത്തിട്ടുള്ളൂ. ഇത് ഉള്ളി ഭയങ്കര വലിയ ഉള്ളിയാണ്. അപ്പോൾ ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, സൂപ്പർ. ശരിക്കും ബർഗർ കഴിക്കില്ല ആ സാധനം തന്നെ. ബർഗറിൻ്റെ ഉള്ളിലുള്ള പാറ്റി മാത്രം ചേഞ്ച് ഉള്ളൂന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. ബാക്കിയെല്ലാം സെറ്റാണ്. യെസ്, ഇതിപ്പോൾ ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ പുതിയ വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ.